ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു റവ കാച്ചിയതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇഫ്താറിനൊക്കെ റവ കാച്ചിയത് എല്ലാ ദിവസവും നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതൊരു പുതുമയുള്ള ഡിഷൊന്നുമല്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇത് വളരെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇഫ്താറിന് മാത്രമല്ല, ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. റവ കാച്ചിയതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി എന്തായാലും ചേർക്കണം. ചെറിയ ഉള്ളി ചേർത്താലാണ് ആ ടേസ്റ്റ് ശരിക്കും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാലിനുള്ള അളവുകളാണ് ഞാനിവിടെ പറയുന്നത്. അതിനൊരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. പിന്നെ റവ 1 ലിറ്റർ പാലിന് ഒരു 5 ടേബിൾ സ്പൂൺ റവ ആവശ്യമുണ്ട്. ടേബിൾ സ്പൂണാണ്, സ്പൂണല്ല. അപ്പോൾ 5 ടേബിൾ സ്പൂൺ റവ എടുക്കുക. പിന്നെ പഞ്ചസാരയും 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. പിന്നെ ഏലക്കപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി. പിന്നെ ഒരു ചെറിയ പിടി അണ്ടിപ്പരിപ്പും വേണം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും. അത് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് എത്ര വേണം അത്ര അളവിന് നിങ്ങൾ എടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് റവ കാച്ചിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കട്ടിയുള്ള ഒരു പാന് നമ്മൾ സ്റ്റവിൽ വെക്കുക. അതിൽ നമ്മൾക്ക് ആദ്യം തന്നെ ഈ ഗീ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അധികം കരിയണ്ട. അധികം കരിയാത്ത വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്ന ഇതിൽക്ക് തന്നെയാണ് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നത്. സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റിയെടുക്കണമൊന്നുമില്ല. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് മാത്രം നമ്മൾ മുന്തിരി ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് മുന്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് കരിയും ആരും കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും ചെറിയ ഉള്ളിയും ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഇതിലേക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. മുന്തിരി ആഡ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് കോരിയെടുക്കാം. എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് തന്നെ കോരിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ടുള്ളതാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഈ ചെറിയ ഉള്ളി റവയിൽ കിടന്നാലാണ് നമുക്ക് ആ റവ കാച്ചിയതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ചെറിയ ഉള്ളിയും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ പാത്രത്തിൽ തന്നെ പാലൊഴിച്ച് കൊടുത്താൽ മതി. വേറെ സെപ്പറേറ്റ് പാത്രം എടുക്കണ്ട. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയ ഉള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ലും കൂടി നമുക്ക് കിട്ടും ഈ പാത്രത്തിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ. ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. 1 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ തന്നെ റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ 5 ടേബിൾ സ്പൂണ് റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ റവയുടെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ ആ ഒരു ഇതിന് കിട്ടില്ല. കുറഞ്ഞാൽ വല്ലാണ്ട് ലൂസായിട്ട് നിൽക്കും. കൂടാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് നിൽക്കും. അപ്പോൾ 200 ml പാലിന് 1 ടേബിൾ ടീസ്പൂണ് റവ എന്നുള്ള തോതിലെടുക്കാം. നമുക്ക് അതേ അളവിൽ തന്നെ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. 200 ml 1 ടേബിൾ ടീസ്പൂണ് പഞ്ചസാര എന്നുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പഞ്ചസാര 5 ടേബിൾ ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു 5 സ്പൂണല്ല 5 ടേബിൾ സ്പൂണാണ്, അത് ശ്രദ്ധിക്കുക. ഇതിലേക്ക് പിന്നെ 1/4 ടീസ്പൂണ് നന്നായി പൊടിച്ച ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാവരും കൂടിയിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. കൈയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചിലപ്പോൾ കട്ടിയായിട്ട് കിടക്കും. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഇത് പിന്നെ നന്നായി ഒന്ന് ചൂടായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഓഫാക്കാം. ഇത് തിളക്കിനോട് കൂടിയിട്ട് തന്നെ റവ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. ഓവർ സമയം ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് പാലൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഇത് തിളച്ച് പൊന്തുന്നതോട് കൂടിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇതാ തിളച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ പാൽ അധികം കട്ടിയില്ലാണ്ടും അധികം ലൂസാവാണ്ടും നല്ല ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനം കുറച്ച് ഉപ്പ് ചേർക്കുക. കൈകൊണ്ട് തന്നെ നുള്ളിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക.
അത് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനും ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. അതിനുശേഷം നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാനുള്ള ബൗളിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.